ഇന്ന് ധനുമാസത്തിലെ പുണർദം. ഇന്നാണ് കേട്ടോ എൻ്റെ പിറന്നാൾ വരുന്നത്. ഇതിപ്പോൾ എന്താ 2 പിറന്നാളെന്ന് വിചാരിക്കേണ്ട. കുറച്ചു കാലം മുന്നേ വരെ നമ്മൾ മലയാള മാസത്തിലെ നക്ഷത്രപ്രകാരമുള്ള പിറന്നാളുകളാണ് ആഘോഷിച്ച് പോന്നിരുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ മാറി ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാൻ തുടങ്ങി. ഞാൻ എന്തുകൊണ്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാള മാസത്തിൽ ലാസ്റ്റ് ഇയർ എൻഡിൽ വരുമ്പോൾ ബർത്ത്ഡേ വരുന്നവർക്ക് ചില വർഷങ്ങളിൽ ബർത്ത്ഡേ ഉണ്ടാവില്ല. ചില വർഷങ്ങളിലാണെങ്കിൽ 2 ബർത്ത്ഡേ, അതായത് ജനുവരി 1 ഡിസംബർ ലാസ്റ്റുമായിട്ട് നമുക്ക് ബർത്ത്ഡേ വരും ചെയ്യും, അതായത് ഈ മലയാളം നാളുകൾ നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്തിനാണ് കേട്ടോ. പക്ഷേ എന്നാലും നമ്മുടെ പിറന്നാൾ ചെറിയ രീതിയിലേക്ക് ആഘോഷിച്ച് പോരാറുണ്ടേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പിറന്നാളുകൾ ആഘോഷിക്കാൻ അത്ര താല്പര്യമില്ല. കാരണം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഈ നാൾ വെച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു നാൾ വെച്ചിട്ടുള്ള എൻ്റെ ബർത്ത്ഡേ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നോക്കി കണ്ടിരുന്ന ഒരാൾ എൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ പോയതിന് ശേഷം എനിക്ക് ഈ പിറന്നാൾ എന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്സിങ്ങാണ്. ഇന്നത്തെ പോലെയുള്ള വലിയ ആഘോഷങ്ങളുടെ കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്കിഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കുക, സദ്യ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഇന്നത്തെ പോലെ കേക്ക് ഓർഡർ ചെയ്യലൊന്നും വന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരിക, പിന്നെ നമുക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങുക, അമ്പലത്തിൽ നമുക്ക് വേണ്ടി പൂജ, അതുപോലെ പായസത്തിനൊക്കെ കൊടുക്കുക. ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ അച്ഛനും ചെയ്തു പോന്നിരുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ കലണ്ടർ വാങ്ങുമല്ലോ ഒരു വർഷത്തിൻ്റെ ആദ്യമൊക്കെ, പേപ്പറുകാരനോട് പറഞ്ഞാൽ നമ്മളൊക്കെ വാങ്ങൽ. അപ്പോൾ അങ്ങനെ കലണ്ടർ കിട്ടുന്ന ടൈമിൽ അച്ഛൻ ഏറ്റവും ആദ്യം നോക്കുക എൻ്റെ ബർത്ത്ഡേ എന്നാണ് വരുന്നത് കേട്ടോ. സ്കൂളിൽ നമുക്ക് പിള്ളേർക്ക് മിഠായി കൊടുക്കണമല്ലോ, അപ്പോൾ ക്ലാസ് ഉള്ള ദിവസമാണോ എന്നൊക്കെ നോക്കി പറയലുണ്ടേ. അച്ഛനുള്ള സമയത്ത് എൻ്റെ ഈ ബർത്ത്ഡേക്കൊന്നും അമ്മ ഇത്രയും എക്സൈറ്റഡ് ആവുന്നതോ അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അച്ഛൻ പോയതിന് ശേഷം അത് മുടങ്ങാതെ ചെയ്യുന്ന ഒരാൾ അമ്മയാണ് കേട്ടോ. ഇപ്പോൾ അമ്മ നാട്ടിലാണെങ്കിലും അമ്മ രാവിലെ അമ്പലത്തിൽ പോയതും ഒക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. വീട്ടിലാണെങ്കിലും അതെ, ഇപ്പോൾ ബന്ധുക്കളാണെങ്കിലും തിരുവാതിരയുടെ പിറ്റേന്നാണ് എൻ്റെ പിറന്നാൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരാരും മറക്കില്ല ഈ എൻ്റെ ബർത്ത്ഡേ. ഇന്നിപ്പോൾ രാവിലെ ആണെങ്കിലും ഒത്തിരി കോളുകൾ വന്നു, സ്റ്റാറ്റസുകൾ ഞാൻ കണ്ടു. അപ്പോൾ സ്റ്റാറ്റസുകളൊക്കെ ആണെങ്കിലും ഇപ്പോൾ ബർത്ത്ഡേ 16-ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അന്നും ഇവരൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എൻ്റെ ചുറ്റുമുള്ളതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ. എപ്പോഴും ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് സെലിബ്രേറ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേയ്സ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവാറുള്ള ഒരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ അതെനിക്ക് അച്ഛൻ നിന്ന് കിട്ടിയൊരു സാധനമാണെന്നാണ് എനിക്ക് തോന്നണേ. ഈവൻ ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കുകയാണെങ്കിലും എൻ്റെ ചുറ്റുമുള്ളവർ എപ്പോഴും എനിക്ക് വേണ്ടി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തവണ ഞാൻ സ്കൂളിലാണെങ്കിലും സ്കൂളിലെ പിള്ളേർ വരെ എൻ്റെ ബർത്ത്ഡേ എന്താണെന്ന് ചോദിച്ച് ഓർത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടും, ടീച്ചേഴ്സ്, കൂടെയുള്ള ടീച്ചേഴ്സ്. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ പിറന്നാളായതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞ് വന്ന് ചെറിയൊരു പായസമൊക്കെ ഉണ്ടാക്കിയേ. പക്ഷേ എനിക്ക് ഉച്ചയാകുമ്പോഴേക്കും നല്ല പോലെ ബിരിയാണി കഴിക്കാൻ ക്രേവ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഗാലക്സിയിൽ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ബർത്ത്ഡേ ദിവസം നോൺ വെജ് കഴിക്കരുതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതുവരെ ഞാനും അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇന്നെന്തോ ബിരിയാണി കഴിക്കാൻ നല്ലപോലെ ക്രേവ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ബിരിയാണിയൊക്കെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വന്നത് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ സ്കൂളിൽ പോകണമല്ലോ. എത്ര വേഗമല്ലേ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. എൻ്റെ 1-ാം ക്ലാസ് വരെയൊക്കെ ഞാൻ രാവിലെ തന്നെ ഗ്രൂപ്പിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നേ, നാളെ ക്ലാസ് ഉണ്ട്, എല്ലാവരും വരണം എന്നുള്ള രീതിക്ക്. ഒരൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നാളെ മുതൽ സ്കൂളിൽ പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു മടി. അപ്പോൾ ഓക്കെ, ബൈ.